അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ ശഅബാൻ മാസമാണ് ഇനി നമുക്ക് കടന്നു വരാനുള്ളത്. ശഅബാൻ മാസം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശഅബാൻ മാസത്തിൽ നമുക്ക് അധികമായി ചൊല്ലാൻ കഴിയേണ്ടത് സ്വലാത്തുകളാണ്. ധാരാളം അവിടുത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കൊക്കെയും കഴിയണം. അങ്ങനെ നമുക്ക് എങ്ങനെ കഴിയും അത് അവിടത്തെ കുറിച്ച് ധാരാളം പഠിക്കുക, അവിടുത്തെ അറിയുക, അതേപോലെ തന്നെ അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുക. അവിടുത്തെ മദ്ഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മദ്ഹ് അത് സ്വലാത്ത് ചൊല്ലുക, നിരന്തരമായി സ്വലാത്തുകൾ ചൊല്ലുക. ആ സ്വലാത്തുള്ള കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ഒരുപാട് അത്ഭുത ഗുണങ്ങളുള്ള അത്ഭുത ഫലങ്ങളുള്ള സ്വലാത്തുകൾ തിരഞ്ഞെടുത്ത് ചൊല്ലുക. അങ്ങനെ ചൊല്ലി നമ്മുടെ ഉള്ളും പുറവും നന്നാക്കിയെടുക്കുക, സ്വഭാവം നന്നാക്കിയെടുക്കുക. ദോഷങ്ങളൊക്കെയും അള്ളാഹു പുറത്തു തരാൻ അതൊരു കാരണമാണ്. നമുക്ക് ഇരുലോക വിജയിക്കാൻ അതൊരു കാരണമാണ്. ദുനിയാവിൽ മുത്തായത്തങ്ങളെ കാണാനും മരണത്തിന് മുമ്പ് നാം പോകുന്ന സ്വർഗം നമുക്ക് കാണാൻ പറ്റും സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ. അങ്ങനെ നമുക്ക് നല്ലൊരു വ്യക്തി ജീവിതം ലഭിക്കും. മുത്തായത്തങ്ങളെ കണ്ടു ജീവിക്കാൻ പറ്റും. യഥാർത്ഥ സ്വർഗം ദുനിയാവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. മുത്തായത്തങ്ങളെ മേലിൽ നിരന്തരം സ്വലാത്ത് ചൊല്ലുന്നവന് അത് അനുഭവിച്ച് ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ ഉമ്മമാർ, എത്രയോ സഹോദരന്മാരുണ്ട്. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെയും ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഏറ്റവും നല്ല മനോഹരമായ ഒരു സ്വലാത്ത് നിങ്ങളൊക്കെയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ഈ സ്വലാത്ത് രാവിലെയും വൈകുന്നേരവും സുബഹി നിസ്കാരത്തിന് ശേഷം മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷവും ഒരാൾക്ക് ഈ ഒരു സ്വലാത്ത് 3 തവണ ചൊല്ലാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ അല്ലാഹു തആല നിലനിർത്തി കൊടുക്കും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരമിട്ട് കൊടുക്കും. അവൻ ദുആ ചെയ്യുന്ന ദുആക്ക് ഉത്തരമുള്ളതായ പ്രാർത്ഥനയായി മാറും. അവൻ ദുആ ചെയ്താൽ, അല്ലാഹുവിനോട് വല്ലതും ചോദിച്ചാൽ അല്ലാഹു തആല അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തിരിക്കും. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വരുന്ന ശത്രുക്കൾ അദ്ദേഹത്തിനെ കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിനെ പല രൂപത്തിൽ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന ശത്രുവിനെതിരെ അല്ലാഹു തആല സഹായമിട്ട് കൊടുക്കും. ശത്രുവിന് അദ്ദേഹത്തെ തൊടാൻ പോലും കഴിയില്ല. അത്രയും സേഫായിരിക്കും ഈ സ്വലാത്ത് ചൊല്ലുന്നവൻ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഏത് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കും. അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ്. നമ്മുടെ മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുണ്ടാകും. അതൊക്കെയും അല്ലാഹു തആല നിറവേറ്റി തരും. രാവിലെയും വൈകുന്നേരവും ദിവസവും ചൊല്ലി വരുന്നവന് അല്ലാഹു തആല കൂട്ടത്തിൽ നിന്ന് ചേർക്കുമാരാകട്ടെ. സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കി ജീവിതം ധന്യപ്പെടുത്തുന്നവരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് ആ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അവ്വലീൻ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ആഖിരീൻ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ في النبيين وصل على سيدنا محمد في المرسلين وصل على سيدنا محمد في الملأ الأعلى إلى يوم الدين. ഈ സ്വലാത്താണ് എല്ലാവരും ജീവിതത്തിൽ പതിവാക്കണം. ഒന്നുകൂടി അത് വീണ്ടും കേട്ട് അത് പഠിക്കണം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാകും. അതങ്ങനെ തന്നെ പഠിച്ച് ജീവിതത്തിൽ പതിവാക്കുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനകളിലൊക്കെയും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെയും സന്തോഷം തരട്ടെ. പരലോകത്ത് തായത്തങ്ങളുടെ ചിവാരിലായി നമുക്കൊക്കെയും ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.